മഹി, എനിക്ക് എതിർപ്പുണ്ട്. മോനെ, നിന്റെ സ്വത്തുകൾ ഭാഗം ചെയ്യേണ്ട സാഹചര്യം ഇപ്പൊ ഈ വീട്ടിലില്ല. നിന്റെ സ്വത്തുക്കൾ നിന്റെ മാത്രമാണ്. അത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ സ്വത്തുക്കളുടെ എല്ലാം അധികാരിയായി നീ തുടരുന്നതായി എനിക്ക് സന്തോഷം. ഞങ്ങൾക്കും അതാണ് മോനെ സന്തോഷം. സ്വത്തുക്കൾ ഇവിടെയുള്ളവർക്ക് വീതം വെച്ചു കൊടുക്കാൻ തോന്നിയത് നിന്റെ മഹാമനസ്കത. അതിന്റെ ആവശ്യമില്ലാന്ന് നാത്തവും പറഞ്ഞത് മര്യാദ. സ്വത്തുക്കൾ മോന്റെ പേരിൽ തന്നെ ഇരിക്കുന്നതാ നല്ലത്. ഇത്രയും കാലമായി ഇതെല്ലാം എന്റെ പേരിൽ തന്നെയല്ലേ? പക്ഷേ ഇനി അതിനൊരു മാറ്റം വരണം. രാഹുലിന്റെയും രേഷ്മയുടെയും ഭാവി കൂടി നോക്കണമല്ലോ. രാഹുലിന് വിവാഹാലോചനയായിട്ട് വന്ന ബ്രോക്കർ പറഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയാവല്ലോ. അയാൾ ഇവന് മാത്രമല്ല, നമ്മളെല്ലാവരെയുമാണ് അപമാനിച്ചത്. ഇനി അങ്ങനെയുള്ള അൺപ്ലസന്റ് സിറ്റുവേഷൻ നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്. ഇവര് രണ്ടുപേരും അന്യരല്ലല്ലോ, എന്റെ സ്വന്തം സഹോദരങ്ങളാണ്. ഇവരുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് എന്റെ കടമയല്ലേ? മോനെ, അമ്മ ഇനി തടസ്സമൊന്നും പറയരുത്. സ്വത്തുക്കൾ ഭാഗം ചെയ്യണം. ഞാൻ വക്കീലിനെ വിളിച്ച് ഇക്കാര്യം ചർച്ച ചെയ്ത് കഴിഞ്ഞു. വക്കീൽ വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. നീ ഇങ്ങോട്ട് വന്നേ. ഇത് വല്ലാത്ത കുരുക്കായി പോയല്ലോ മോളെ. മഹി സ്വത്തുക്കൾ ഭാഗം ചെയ്താ പിന്നെ അവൻ എന്തുണ്ടാവാനാ? ഈ സ്വത്തുക്കളുടെ എല്ലാം റാണി നീ ആവുന്നതിനല്ലേ നമ്മൾ ഈ കല്യാണം തീരുമാനിച്ചത്. ഇതിപ്പോ എല്ലാവർക്കും ഭാഗം ചെയ്തു കൊടുത്തിട്ട് മഹിക്ക് എന്ത് കിട്ടാനാ? ഇനി എന്ത് ചെയ്യും മോളെ? ഇതെങ്ങനെ തടയും? ഞാനും അതിനെപ്പറ്റി ആലോചിക്കുന്നേ. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. സ്വത്തുക്കൾ മുഴുവൻ മഹിയുടെ കസ്റ്റഡിയിലാണെങ്കിലേ നിനക്കും എനിക്കും എന്തെങ്കിലും അധികാരം ഇവിടെ ഉണ്ടാവും. ഭാഗം ചെയ്തു പോയാലേ ദേവയാനിയുടെ കാൽ കീഴില് നക്ക പിച്ചയും വാങ്ങി ഇതുപോലെ ജീവിക്കാനല്ലേ നമുക്ക് കഴിയൂ. നീയും മഹിയും തമ്മിലുള്ള കല്യാണം നടന്നാലും നമ്മുടെ ഈ ജീവിതത്തിന് മാറ്റം ഒന്നും ഉണ്ടാവില്ല. മാറ്റം ഉണ്ടാവണോ അമ്മേ? അല്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പാട് എന്തിനാ അനുഭവിക്കുന്നേ? മഹിയെ എതിർത്ത് നമുക്ക് അവന്റെ തീരുമാനം തടയാനാവില്ല. എന്നാ സ്വത്തുക്കളെ വിട്ടുകൊടുക്കാനും പാടില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നല്ല, എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, അതിനെ കുറിച്ച് ആലോചിക്ക്. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല മോളെ. ഗംഗ എന്ന ശല്യം തീർന്നല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഞാൻ. ഇതിപ്പോ അതിനേക്കാളും വലിയ സമാധാനക്കേടായല്ലോ മോളെ. മഹിയേട്ടിന് നമ്മളോട് അതൃപ്തി തോന്നാൻ പാടില്ല. എന്നാൽ ഈ സ്വത്തുക്കളുടെ പാർട്ടീഷൻ നടക്കുകയും ചെയ്യരുത്. ആ, അതാ വേണ്ടത്. അതിനെന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ അമ്മേ. ഇതൊരു ഊരാക്കുടുക്കായി മാറുമെന്ന എന്റെ പേടി. ഇതെങ്ങനെ മറികടക്കും? നിന്റെ പ്ലാൻ വർക്കൗട്ടായി തുടങ്ങിയല്ലോടാ. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ സാറിന്റെ വീട്ടുകാർ എന്നെ ഇറക്കി വിടില്ലേ? അവര് വേറെ ബ്രോക്കറെ അന്വേഷിക്കും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാനിപ്പ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ വന്നൊന്ന് പറയണം. ഇങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞാലേ എന്റെ ജോലിയെ ബാധിക്കുന്ന കാര്യമാണ്. അല്ല, നിങ്ങൾ പറയുന്ന പോലെ പറഞ്ഞ എനിക്ക് എന്താ ലാഭം? നിന്റെ വളയും കൂലിത്താ. അതെന്തിനാ? പറയാം, നിന്റെ വളയും കൂലിത്താ. ഇത് സ്വർണ്ണ വളയാ. താൻ തൽക്കാലം ഇത് വെച്ചോ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ഇക്കാര്യം ഞാൻ ഏറ്റു. സാറ് പറഞ്ഞത് അതേപോലെ പറഞ്ഞേക്കാം.
മഹി സ്വത്തുക്കൾ ഭാഗം വയ്ക്കണമെന്ന ആവശ്യത്തില് ഉറച്ചു നിൽക്കുക. അതിനുള്ള സാഹചര്യം ഒത്തു വരുമ്പോ ചെയ്താ മതിയെന്ന ഞാൻ പറഞ്ഞത്. വക്കീലിനോടെല്ലാം വിളിച്ചു പറഞ്ഞെന്ന് പിന്നീട് അറിഞ്ഞത്. വിളിച്ചു പറയുക മാത്രമല്ല, എല്ലാ ഡോക്യുമെന്റ്സും എത്തിച്ചേരുകയും ചെയ്തു. വക്കീല് ഭാഗപത്രം എഴുതി തയ്യാറാക്കിയിട്ടാ വന്നിരിക്കുന്നെന്ന് തോന്നുന്നു. എല്ലാം കൈവിട്ട് പോവാണല്ലോ മോളെ. മിണ്ടാത്ത നിക്ക്, വക്കീൽ എന്താ പറയുന്നെന്ന് കേക്കട്ടെ. സ്വത്തുക്കൾ ഭാഗം ചെയ്യാൻ മഹി മനസ്സല തയ്യാറായ സ്ഥിതിക്ക് ഇവിടെ ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല. ഇവിടെ എന്ത് നടക്കുന്നതും നടക്കാതിരിക്കുന്നതും ഇവന്റെ ഇഷ്ടപ്രകാരമാണല്ലോ. ഇതും അത് പ്രകാരം നടക്കട്ടെ. ഇന്ദിര, നീ ഡോക്യുമെന്റ്സ് എല്ലാം നോക്കിയ സ്ഥിതിക്ക് ഈ സ്വത്തുക്കൾ എങ്ങനെ ഭാഗം ചെയ്യാൻ പറ്റുമെന്ന് പറയണം. ഏത് രീതിയിലായാലും സ്വത്തുക്കൾ ഭാഗം വെച്ചേ പറ്റൂ. മഹി എന്നെ ഏൽപ്പിച്ച രേഖകളൊക്കെ ഞാൻ പരിശോധിച്ചു. അതിൽ പ്രകാരം മഹിയുടെ സ്വത്തുക്കൾ മഹി പറയുന്ന പോലെ ഭാഗം ചെയ്യാൻ സാധിക്കില്ല. അതെന്താ? സ്വത്തുക്കൾ ഭാഗം ചെയ്യുന്നതിന് എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ? വലിയൊരു നിയമ തടസ്സമുണ്ട്. എന്റെ സ്വത്തുക്കൾ എന്റെ സ്വന്തമല്ലേ? അത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഭാഗം ചെയ്യുന്നതില് എന്താണ് തടസ്സം? മോളെ, വക്കീല് നമ്മുടെ മനസ്സ് കണ്ടിട്ടാ വന്നിരിക്കുന്നെ. ദൈവം നമ്മുടെ കൂടെയാ. അമ്മ ഒന്ന് അടങ്ങ്, തടസ്സം എന്താണെന്ന് അറിയട്ടെ. അത് എന്ത് നിയമ തടസ്സ വക്കീലെ? ഞങ്ങൾക്കല്ലാതെ അറിയണമെന്നുണ്ട്. പറയാം. മഹിയുടെ എല്ലാ സ്വത്തുക്കളും മഹിയുടെ മരിച്ചുപോയ അമ്മയിൽ നിന്ന് വന്നു ചേർന്നതാണല്ലോ. അത് അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിലും മഹിയുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു വിൽപത്രം തയ്യാറാക്കിയിരുന്നു. ആ വിൽപത്രം ഇവിടെ ആരും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിരുന്നെങ്കിൽ എനിക്ക് ഈ വിഷയം സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. സ്വത്തുക്കൾ ഭാഗം ചെയ്യാൻ പാടില്ലെന്നാണോ വിൽപത്രത്തിൽ എഴുതിയിട്ടുള്ളത്? അങ്ങനൊരു ക്ലോസ് മഹിയുടെ അമ്മയുടെ വിൽപത്രത്തിലില്ല. എന്നാ പിന്നെ സ്വത്തുക്കൾ ഭാഗം ചെയ്യാലോ. പിന്നെന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. മഹിയുടെ സ്വത്തുക്കൾ ഭാഗം ചെയ്യുന്നതിനോ വിൽക്കുന്നതിനോ മഹിക്ക് മഹിയുടെ ഭാര്യയുടെ കൺസെന്റ് ആവശ്യമാണ്. അങ്ങനെ ഒരു ക്ലോസ് മഹിയുടെ അമ്മ വിൽപത്രത്തിൽ വ്യക്തമായി എഴുതി ചേർത്തിട്ടുണ്ട്. ഈ വിൽപത്രത്തെ കുറിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അച്ഛൻ ഇത്രയും കാലമായി ഈ വിൽപത്രത്തെ പറ്റി അറിയില്ലായിരുന്നോ? എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ലോ ഇവന്റെ അമ്മ വിൽപത്രം എഴുതിയത്. പിന്നെ എങ്ങനെ ഞാൻ അറിയുന്നത്? മഹിയേട്ടന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് ഭാര്യയുടെ അനുവാദം വേണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായവാ? ഒടുവിൽ പന്ത് നമ്മുടെ കളത്തിലെത്തി മോളെ. എന്താ ഒന്ന് നോക്കട്ടെ. അങ്ങനെ ഒരു ക്ലോസ് വിൽപത്രത്തിൽ വന്നത് ദുരുദ്ദേശത്തോടെ ആവില്ല. മഹിയുടെ സ്വത്തുക്കൾ സേഫ് ആയിരിക്കാൻ വേണ്ടി അമ്മ ചെയ്തതാവാം. അപ്പോ എനിക്കെന്റെ സ്വത്തുക്കൾ ഭാഗം ചെയ്യാൻ കഴിയില്ലേ? തൽക്കാലം സാധ്യമല്ല. നീ ഒരു വിവാഹം കഴിച്ച് ഭാര്യ വരട്ടെ. അവളുടെ സമ്മതത്തോടെ നിനക്ക് നിന്റെ സ്വത്തുക്കൾ ഭാഗം ചെയ്യാനാവും. മോളെ, ഇനി ഈ സ്വത്തുക്കളുടെ കടിഞ്ഞാൺ നിന്റെ കയ്യിലെത്താൻ പോവാ. നമുക്ക് ഈ അവകാശം വെച്ചൊരു കളി കളിക്കാം. വാ. മഹിയേട്ടനെ കല്യാണം കഴിച്ച് ഈ സ്വത്തുക്കളുടെ നിയന്ത്രണം കൈക്കലാക്കാന്ന് അമ്മയും മോള് സ്വപ്നം കാണണ്ട. ആ വിവാഹം ഒരിക്കലും ഞാൻ നടത്തില്ല. ഡോക്യുമെന്റ്സ്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വാരേഷ്മേ പോവാം. നിങ്ങൾക്ക് ഇവിടെ ഒരു അവകാശവും കിട്ടാൻ പോകുന്നില്ല. പിന്നെയും മഹി മഹി എന്ന് വിളിച്ച് പിന്നാലെ നടക്കുമല്ലേ? നടന്നോ? അവന്റെ കല്യാണം കഴിയുന്നതോടെ അവൻ നിങ്ങളെ പുറംകാലോട് തട്ടിയെറിയും. നോക്കിയോ? മാളുവിന്റെ അതേ അവസ്ഥയിലൂടെയല്ലേ ഒരു കാലത്ത് നീയും കടന്നുപോയത്. അമ്മയില്ലാത്ത ദുഃഖം മാറിയത് ഞാൻ നിനക്ക് അമ്മയായി വന്നപ്പോഴല്ലേ. നിനക്കൊരു സന്തുഷ്ടമായ കുടുംബജീവിതം ഉണ്ടാവണം. അതാണ് അമ്മയുടെ ആഗ്രഹം. പോലെ ഒരു 100 കൈ നീട്ടി
മാറിൽ ചേർക്കാം നിറതിങ്കള ഏതോ ഒരു വിധിയാ മുന്നിൽ ഇരുൾ മൂടിയാ അകലെ നീ പോയാലും നിഴലാവാം ഞാൻ വരുവോളം വഴിയോരം തിരിയാവാം ഞാൻ മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളര് നിൻ വഴിയേ രാപ്പകല് കാവലുണ്ടേ എൻ്റെ കണ്ണ് രാഹുലേ, നമ്മുടെ പ്ലാൻ പൊളിഞ്ഞല്ലോടാ. വക്കീല് വന്നതോടെ എല്ലാം മാറി മറിഞ്ഞല്ലോ. പന്തിപ്പോ ശ്രേയയുടെ കോർട്ടിലായി. ഇനി അവളും അവളുടെ അമ്മയും ഗോളടിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഞാൻ ഷോർട്ട് ഫിലിം എടുക്കുന്നത് പോലെ നിങ്ങൾ ഷോർട്ട് കട്ടിലൂടെ കാര്യം നേടാൻ ശ്രമിക്കരുതെന്ന്. അതുകൊണ്ടല്ലേ എല്ലാം തലകീഴായി മറിഞ്ഞത്. അതെ, നിങ്ങൾ രണ്ടുപേർക്കും ബുദ്ധിയുണ്ട്. പക്ഷേ ആ ബുദ്ധി എങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയില്ല. ഒന്ന് നിർത്തളിയ. ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റ് പിന്മാറില്ല. എനിക്കറിയാം ഇനി എന്ത് ചെയ്യണോന്ന്. അതിന് ആരുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീ എന്ത് ചെയ്യുമെന്നാ പറയുന്നേ? മഹേട്ടനും ശ്രേയയും തമ്മിലുള്ള വിവാഹം നടന്ന അവളെ മഹേട്ടന്റെ മനസ്സ് മാറ്റും. ഈ സ്വത്തുക്കളിൽ ഒരു തുണ്ട് പോലും ആർക്കെങ്കിലും കൊടുക്കാൻ ശ്രേയ സമ്മതിക്കില്ല. ശ്രേയയുടെ അമ്മയാണെങ്കിൽ ഒന്നും വിട്ടുതരില്ല. മഹിയുടെ സ്വത്തുക്കൾക്ക് വലിയൊരു കുരുക്കാണ് ഈ വിൽപത്രം. ആർക്കും അതിലൊന്നും ചെയ്യാനാവില്ല. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കണമെങ്കിൽ ശ്രേയ ജയിച്ചേ പറ്റൂ. അതിനുള്ള വഴി നോക്കണം. എന്തു വഴി? മഹേട്ടനുമായി നിശ്ചയിച്ചുറപ്പിച്ച ശ്രേയയുടെ വിവാഹം നടക്കരുതെന്നാണോ നീ ഉദ്ദേശിച്ചത്? അതെ, അതൊക്കെ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. നിങ്ങൾ അബദ്ധത്തെ ചെന്ന് ചാടരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം നിങ്ങൾ അബദ്ധം പറയുന്നൊന്ന് നിർത്ത്. നേടാൻ കഴിയാത്ത ലക്ഷ്യമല്ല എന്റേത്. ഞാനത് നേടുക തന്നെ ചെയ്യും. ഓ, സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളിച്ചാടാൻ തോന്നുക മോളെ. ഇനി നമ്മളധികം തലപോക്കേണ്ട കാര്യമില്ലല്ലോ. അതെ മോളെ, മല പോലെ വന്നത് എലി പോലെ ഓടിപ്പോയി. മഹിയുടെ അമ്മ വിൽപത്രത്തിൽ ഇങ്ങനെ ഒരു കുടുക്കുണ്ടാക്കി വെച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കല്യാണം കഴിഞ്ഞാ പിന്നെ നിന്റെ സമ്മതം ഇല്ലാതെ ഒരു ചില്ലി കാശ് പോലും ഇവിടെ ആർക്കും കൊടുക്കാൻ മഹിക്ക് കഴിയില്ലല്ലോ. മോളെ എണീറ്റ്. എന്തിനമ്മേ? എണീക്ക്, പറയാം. നീയാണ് മോളെ ഇനി കൈലാസത്തിലെ മഹാറാണി. നീ മഹാറാണിയാവുമ്പോ ഞാനാരാ? മഹാറാണിയുടെ അമ്മയല്ലേ? ഈ കൈലാസം ഇനി നമുക്ക് ഭരിക്കാം മോളെ. നമ്മുടെ നല്ല കാലം ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുക. അത് ശരിയമ്മേ. ഗംഗ തീർന്നു. മഹിയേട്ടന്റെ സ്വത്തുക്കളിൽ നമുക്കുണ്ടായിരുന്ന ആശങ്ക അവസാനിച്ചു. ഇനി ഞാനും മഹിയേട്ടനും തമ്മിലുള്ള കല്യാണം ഒന്നും നടന്നു കിട്ടിയാൽ മാത്രം മതിയല്ലോ. കല്യാണം നടക്കാൻ മഹി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒടുക്കത്തെ കണ്ടീഷനാ തടസ്സം. ആ കുട്ടിപ്പിശാചിനെ എങ്ങനെ മെരുക്കിയെടുക്കും? എടുത്തോണ്ട് പോയി കളയാന്ന് വെച്ചാ അതും നടക്കില്ലല്ലോ. ഗംഗയുടെ ശല്യം ഇല്ലാതാക്കിയതുപോലെ നാളെ വന്ന തടസ്സവും ഞാൻ അങ്ങ് നീക്കും. ഇപ്പൊ നമ്മുടെ ഭാഗ്യം ഉദിച്ച് ഉച്ചയിൽ നിൽക്കുന്നോണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് അനുകൂലമായി വരുമോളെ. ഇനി എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം.
നീ കുളത്തിൽ കുളിച്ചു തൊഴാൻ പോയതല്ലേ? നീ കുളത്തിൽ കുളിച്ചു തൊഴാൻ പോയില്ലായിരുന്നോ? കുളത്തിലിറങ്ങി കുളിച്ചിട്ട് ശ്രീ മഹേശ്വരനെയും ശ്രീ പാർവതിയും കൺകുളിർക്കെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്ത ആഗ്രഹങ്ങൾ സഫലമാകുന്ന ആന്റി പറഞ്ഞായിരുന്നല്ലോ. ആ കുളത്തിൽ മുങ്ങിക്കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ചതുകൊണ്ട് എന്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവും. ആ കുളത്തിലെ കുളിയും ക്ഷേത്രത്തിലെ പ്രാർത്ഥനയും വല്ലാത്തൊരു അനുഭവമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതറിയണമെങ്കിൽ ആന്റിയും ശ്രേയച്ചിയും ആ കുളത്തിൽ മുങ്ങിക്കുളിച്ച് തൊഴുതു വരണം. ഇങ്ങനൊരു നല്ല കാര്യത്തെ പറ്റി ആന്റിയാണല്ലോ എന്നോട് പറഞ്ഞത്. അതിന്റെ നന്ദി പറയാൻ വന്നതാ. വളരെ നന്ദിയുണ്ട്. ആ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ അപകടം സംഭവിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നിനക്കൊന്നും സംഭവിച്ചില്ലേ? ശ്രേയച്ചി പറഞ്ഞത് ശരിയാ. അതൊരു അപകടം പിടിച്ച കുളം തന്നെയാ. കുളത്തിലിറങ്ങി ഞാനേ മരിച്ചു പോകേണ്ടതായിരുന്നു. അവിടെ എന്താ നടന്നത്? അത്ഭുതം. എന്താ നടന്നതെന്ന് ഞാൻ പറയാം. എനിക്കെന്താ സംഭവിച്ചേ? എന്നാരും രക്ഷിച്ചേ? ശ്രീ മഹേശ്വര, വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ തുടങ്ങി എന്നെ രക്ഷിച്ച ആ മനുഷ്യനാരാ? ഭഗവാനെ, അങ്ങ് തന്നെയാണോ എന്നെ രക്ഷിച്ചേ? അയ്യോ, എന്റെ കാലുവേദന മാറിയല്ലോ. അപ്പൊ എന്നെ രക്ഷിച്ചതാരാ? ശ്രീ മഹേശ്വരൻ തന്നെ എന്നെ രക്ഷിച്ചത്. ഭഗവാനെ, ശ്രീ മഹേശ്വര. നീ ആ കുളത്തിൽ മുങ്ങിയെന്നുള്ളത് സത്യാണോ? അതോ അതിനടുത്ത് പോയിട്ട് പേടിച്ച് തിരിച്ചു വന്നതാണോ? ഏതാ സത്യം ആർക്കറിയാം? ഞാൻ പറഞ്ഞതാ സത്യം. നടന്ന കാര്യം ഞാൻ പറഞ്ഞത്. എനിക്ക് അപകടം പറ്റി. വെള്ളത്തിൽ ഞാൻ താണുപോയി. ശിവഭഗവാനാ എന്നെ രക്ഷിച്ചത്. ശിവഭഗവാനോ? ആ, അതെ. നിങ്ങൾ ഗംഗയെ മരണത്തിലേക്കല്ലേ പറഞ്ഞയച്ചത്? ഭഗവാൻ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചയച്ചു. ഭഗവാന്റെ അനുഗ്രഹമുള്ള ഗംഗയെ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഞാൻ പറഞ്ഞ സത്യം കേട്ടിട്ട് നിങ്ങക്ക് വിശ്വാസം വരുന്നില്ലേ? നീ പറയുന്ന പൊട്ടത്തരങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങള് മന്ദബുദ്ധികളൊന്നും അല്ല. കുളത്തിൽ വീട് നിന്നെ ഭഗവാൻ രക്ഷിച്ചൊന്ന് പറയാൻ നാണമില്ലേ നിനക്ക്? ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാ? ആ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യാ. നീ കള്ളം പറയാൻ മിടിക്കുകയാണല്ലോ. ഒരു സത്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്ന് നിന്നെ. നിന്നെ ഭഗവാൻ വന്ന് രക്ഷിച്ചു എന്നുള്ളതിന് എന്താ തെളിവ്? എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടി. അനുഗ്രഹം കിട്ടിയെന്നോ? എന്തനുഗ്രഹം? കുളക്കരയിലേക്ക് വയ്യാത്ത കാലുമായിട്ട് നന്നെ നടക്കാൻ പാടുവിട്ടാ ഞാൻ പോയത്. ഭഗവാന്റെ ദർശനം കിട്ടിയതോടെ എന്റെ കാല് സുഖായി. ഇപ്പൊ വേദന തോന്നുന്നില്ല. ഭഗവാൻ അനുഗ്രഹിച്ചതുകൊണ്ടല്ലേ കാലിന്റെ വേദന മാറിയത്.
ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായി എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ച ആന്റിയോട് ഒരുപാട് നന്ദിയുണ്ട്.